മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ വി.ഡി. സതീശൻ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് എ.കെ. ആന്റണിയെ സന്ദർശിച്ചപ്പോൾ അദ്ദേഹം ചില കുറിക്കുകൊള്ളുന്ന നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും വി.ഡിക്ക് നൽകി. ഐക്യകേരളം രൂപപ്പെട്ട ശേഷമുള്ള ഈ നിർണായക ഘട്ടത്തിൽ സതീശനെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്ത ഹൈക്കമാൻഡ് തീരുമാനത്തെ ആന്റണി അഭിനന്ദിക്കുകയും സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു. സോണിയാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പ്രസിഡന്റും ചേർന്നെടുത്ത ഈ തീരുമാനത്തിന് അദ്ദേഹം പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. അടുത്ത 5 വർഷം കേരളത്തിന്റെ സുവർണകാലമാകട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു. 2001 താൻ മുഖ്യമന്ത്രിയായപ്പോൾ വലിയ മാധ്യമ പിന്തുണ ലഭിച്ചിരുന്നുവെങ്കിലും പിന്നീട് സാമ്പത്തിക പ്രതിസന്ധി മൂലം കടുത്ത തീരുമാനങ്ങൾ എടുത്തപ്പോൾ മാധ്യമങ്ങൾ തന്നെ വേട്ടയാടിയ കാര്യം അദ്ദേഹം ഓർമ്മിപ്പിച്ചു. 2001 10 മോശമായ സാമ്പത്തിക സാഹചര്യത്തിലാണ് സംസ്ഥാനമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കിയ ഹൈക്കമാൻഡിനെ അഭിനന്ദിക്കുന്നു. സോണിയാഗാന്ധിയുടെ ഉപദേശം സ്വീകരിച്ചാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പ്രസിഡന്റും ചേർന്നുകൊണ്ട് വി.ഡിയെ ഈ സ്ഥാനത്തേക്ക് നിയോഗിച്ചത്. ആ തീരുമാനത്തെ ഞാൻ പൂർണ്ണമായി പിന്താങ്ങുന്നു. സതീശന് എല്ലാ പിന്തുണയും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. അടുത്ത 5 വർഷം കേരളത്തിന്റെ സുവർണകാലമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. 2001 ഏതാണ്ട് ഇതുപോലെ വലിയ ഭൂരിപക്ഷത്തിലാണ് ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായത്. വലിയ ആരവവും മാധ്യമ പിന്തുണയും ആദ്യം എനിക്കുണ്ടായിരുന്നു. എന്നാൽ അധികം വൈകാതെ ആരവങ്ങൾ കെട്ടടങ്ങി. മാധ്യമങ്ങൾ എനിക്കെതിരെ തിരിഞ്ഞു. കേരളം സാമ്പത്തികമായി തകർന്ന് പാപ്പരായ അവസ്ഥയിൽ ചില കടുത്ത തീരുമാനം എനിക്ക് എടുക്കേണ്ടി വന്നതോടെ ആർപ്പ് വിളിച്ച മാധ്യമങ്ങൾ എന്നെ കല്ലെറിഞ്ഞു. ആ സാഹചര്യം വി.ഡി. സതീശന് ഉണ്ടാവരുത്. തുടക്കത്തിൽ തന്നെ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കരുത്. സതീശന്റെ മനസ്സിൽ പല സ്വപ്നങ്ങളും കാണും. അതെന്താണെന്ന് എനിക്ക് കൃത്യമായി അറിയില്ല. ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കാം. കുറച്ച് കയ്പുനീര് കുടിക്കേണ്ടി വരും. ഇത് 2001 10 സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന സംസ്ഥാനമാണ്. ഇതിൽ നിന്ന് കരകയറാൻ സതീശന് സാവകാശം നൽകണം, എ.കെ. ആന്റണി വ്യക്തമാക്കി. സംസ്ഥാന രാഷ്ട്രീയത്തിൽ അധികാരത്തെക്കാൾ ഉപരിയായി നിലപാടുകൾക്ക് പ്രാധാന്യം നൽകിയ വ്യക്തിത്വമാണ് എ.കെ. ആന്റണി. വി.ഡി. സതീശന് ആന്റണി നൽകിയ ഉപദേശങ്ങൾ വരാനിരിക്കുന്ന ഭരണകാലത്തെ വെല്ലുവിളികളെ വരച്ചു കാണിക്കുന്നതായിരുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിൽ ഇരുന്നപ്പോഴെല്ലാം തന്റേതായ രാഷ്ട്രീയ നിലപാടുകളിലൂടെയും ആദർശങ്ങളിലൂടെയും ശ്രദ്ധേയനായ നേതാവാണ് എ.കെ. ആന്റണി. അധികാരം നിലനിർത്തുന്നതിനേക്കാൾ മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകി അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച 2 പ്രധാന ഘട്ടങ്ങൾ കേരള ചരിത്രത്തിൽ നിർണായകമാണ്. മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തിനായുള്ള ആദ്യ രാജി. 1977 36-ാം വയസ്സിൽ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയായി എ.കെ. ആന്റണി അധികാരമേറ്റു. എന്നാൽ ഭരണത്തിലേറി വെറും 1 വർഷം തികയുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം സ്ഥാനം രാജിവെച്ചു. അന്ന് കേന്ദ്രത്തിൽ ജനതാ പാർട്ടി ഭരണമായിരുന്നു. കോൺഗ്രസ് ദേശീയ തലത്തിൽ പിളർന്ന് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഐ വിഭാഗവും ബ്രഹ്മാനന്ദ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള ഔദ്യോഗിക കോൺഗ്രസ് യു വിഭാഗവും രൂപപ്പെട്ടു. ആന്റണി ഔദ്യോഗിക വിഭാഗത്തിന്റെ കോൺഗ്രസ് യു ഭാഗമായിരുന്നു. 1978 ചിക്മംഗളൂർ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി മത്സരിച്ചപ്പോൾ അവർക്ക് പിന്തുണ നൽകാനുള്ള തന്റെ പാർട്ടിയുടെ തീരുമാനത്തിൽ അദ്ദേഹം കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി. പാർട്ടി നിലപാടിനോടുള്ള വിയോജിപ്പ് പ്രകടിപ്പിച്ച് അദ്ദേഹം മുഖ്യമന്ത്രി പദവി ഉപേക്ഷിക്കുകയായിരുന്നു.